ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഓണാണ്, അറിയാലോ എല്ലാവർക്കും അല്ലേ. ഇന്ന് ഓണായിട്ട് നമ്മൾ കൂട്ടുകാരൻ ബിജുവിൻ്റെ വീട്ടിലായിട്ടൊന്ന് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ഇതിവിടെ വന്നപ്പോൾ നല്ല മനോഹരമായ അത്തപ്പൂക്കളൊക്കെ ഇട്ടുണ്ട്. മനോഹരമായ കാഴ്ചയാണ് രാവിലെ തന്നെ, അടിപൊളിയായിട്ടിരിക്കുന്നത്. എത്ര നോക്കിയാൽ നല്ല രസമുണ്ട് അല്ലേ. ഓക്കെ, ഇനി പിന്നെ ഓണത്തപ്പന് ഫുഡൊക്കെ റെഡിയാക്കി വിളക്കൊക്കെ കത്തിച്ച് അതൊക്കെ വെച്ച് അങ്ങനത്തെ എല്ലാ പ്രാരംഭ പദ്ധതികളെല്ലാം കഴിഞ്ഞിരിക്കുന്ന രാവിലെ. ഓക്കെ, ഇനി എൻ്റെ കൂട്ടുകാരെ, അപ്പം നമ്മളിനി തേങ്ങ പൊളിക്കാനും തേങ്ങ പിഴിയാനും ഒക്കെ ആയിട്ട് നമ്മൾ പോവാട്ടോ. ഓക്കെ, ബായ്. തേങ്ങ പൊളിക്കുന്നതൊക്കെ ഉണ്ടാവില്ലായിരിക്കും, വലിയ പൊളിക്കാരനാണെന്ന്. ഇതാ ഏത് പോലീസാണ് എടുക്കുന്ന കാര്യമല്ലേ ഇങ്ങനെ ഇപ്പോൾ തേങ്ങ വെട്ടി പൊളിക്കുന്ന ആർക്കാ പറ്റാത്തത്. ഓണാഘോഷമാണ്, ഓണത്തിൽ തേങ്ങ പൊളിയലാണ്. അതെ, യെസ്, ഓണം ഉഷാറാക്കാൻ്റെ പരിപാടിയാണ്. ആദ്യം തേങ്ങ പായസവും പിന്നെ അതേമാതിരി എന്താണ് അവിയലൊക്കെ നിർബന്ധമാണല്ലോ അല്ലേ. അതെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തേങ്ങ പൊട്ടിക്കാൻ കുറച്ച് പറഞ്ഞൊക്കെ വരും. എക്സ്പേർട്ട് അല്ല, പായസത്തിന്റെ എക്സ്പേർട്ട് ഗഫൂറാണ്. ഇത്ര കൃത്യമായിട്ട് പൊട്ടിക്കാൻ എക്സ്പീരിയൻസ് അല്ലേ, ടോപ്പല്ലേ പറഞ്ഞേ. ഇന്ന് പായസം കുടിക്കേണ്ട ആൾക്കാരാണെങ്കിൽ നേരെ ഇവിടെ നേരെ നായിക്കെത്തി ആരെ വീട്ടിലാ, ബിജുവിന്റെ വീട്ടിൽ. ചങ്കിന്റെ വീട്ടിൽ. വിജയ് വാടാ, തേങ്ങ പൊട്ടിക്കാൻ നീ എന്ത് കളി കളിക്കുന്നത് രാവിലെ തന്നെ? അവനെ തിരിഞ്ഞു കളിക്കാൻ രാവിലെ അല്ലേ. രാവിലെ 5 മണിക്ക് എണീച്ച് കുളിച്ച് റെഡിയാന്ന് പറഞ്ഞ മനുഷ്യനാണ്. കുളിക്കാതെ വൃത്തിയാതെ വേണ്ട, ഓടിക്കൊണ്ട് വരിക. വേണ്ട, വെള്ളം ഉണ്ടോ കുടിക്കാൻ ഇഷ്ടം പോലെ. അല്ല, ഹായ് ഗൈസ്, ഇത് നമ്മളെ ബിജു തേങ്ങ ചട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഓണപ്പരിപാടി ആയിട്ട് ഫസ്റ്റ് അവന് കിട്ടിയ പണി കേട്ടോ. അവന് പെണ്ണ് കൊടുത്ത ആദ്യത്തെ പണി കൊടുത്താണ്. എങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഇത്? ഹലോ ജോ സാറല്ലേ, ഹാപ്പിയാണ് പറയും. ഹാപ്പി ആണോ? ഓക്കെ, ഊഴം മനേട്ടനാണ്. പക്ഷെ എന്താ വേണ്ട, ഒരു ഉസാറ് വരാത്തതും കൂടി ഒരു സ്പീഡ് പോരല്ലോ. എന്താ സംഭവം, എക്സ്പീരിയൻസ് കുറവുണ്ട് തോന്നുന്നല്ലേ. അത്രേ പാടുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഗൈസ്, ഇന്നത്തെ ഓണം കളർഫുൾ ആക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്ന് മെനക്കെടുക കേട്ടോ. ഓക്കെ, ഇന്ന് അടിച്ച് പൊളിച്ച് തൂഫാനാക്കുന്ന ദിവസമാണ്. ഓക്കെ, ഇന്ന് കൂടിയില്ലത് എന്നാ ഒന്ന് കൂടുക. ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ അല്ലേ, എല്ലാവരും വരുന്ന എല്ലാവരും കൂടുന്ന. ഇത്രയും സന്തോഷമായ കാര്യം വേറെ എന്തുണ്ട്. ഓക്കെ, ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് പൂക്കളവും ഓണസദ്യയും മാത്രമല്ല, പണ്ട് നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ച ആ നല്ല നാളുകളാണ്. എത്ര തിരക്കുകൾക്കിടയിലും കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് സമയം സന്തോഷത്തോടെ ചെലവഴിക്കാൻ കഴിയുന്നതാണ് ഓണത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, സദ്യയുടെ സമയത്ത് ഓണസദ്യ ഇല്ലാതെ എന്ത് ഓണമല്ലേ. ഇലയിൽ വിളമ്പുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ നമ്മുടെ ഒരു നാടിന്റെ രുചിയും സംസ്കാരവും ഉണ്ട്. ഹായ് ഗായ്സ്, ഇതാണ് നമ്മുടെ ചങ്ക് ബ്രോ ബിജു. അവൻ്റെ വീട്ടിൽ വെച്ചാൽ പരിപാടിയെ, അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞതേ എന്നെ സർപ്രൈസ് ആക്കി അവനൊരു കാര്യം ചെയ്തു, ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്താ ചെയ്യുക ഗൈസ്, അവന് എനിക്ക് ഇന്നൊരു ഓണക്കോടി തന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരാളെ തരുന്ന ആദ്യത്തെ ഓണക്കോടി കേട്ടോ. ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അത് മാത്രമല്ല, അത് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിയപ്പോൾ ഞാൻ അതിലേറെ സന്തോഷിച്ചു എന്നുള്ളതാണ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും ഹർദവമായ ഓണാശംസകൾ. താങ്ക് യു.